ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പരപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചെമ്പരപ്പൂവിൽ വരാനിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാനീ പറയുന്നത്. അങ്ങനെ നീലിമയുടെ കയ്യിൽ നിന്ന് തന്നെ പറ്റിച്ചുകൊണ്ട് പോയിരുന്ന പണം തിരികെ മേടിക്കുന്നുണ്ടല്ലേ സുധി. 50 ലക്ഷം രൂപയിൽ 50 ലക്ഷം രൂപയുടെ പലിശ സഹിതം 53 ലക്ഷം രൂപ മുഴുവനായിട്ട് മേടിക്കുന്നുണ്ട്. എന്നാൽ ഈ പണത്തിന്റെ കാര്യമെല്ലാം തന്നെ വീട്ടിൽ തുറന്നു പറയാമെന്നൊക്കെ സുധി പറയുന്ന സമയത്ത് നീ മണ്ടത്തരം പറയാതിരിക്കും സുധി, നമുക്കിത് വെച്ചൊരു ബിസിനസ് തുടങ്ങാം, ഈ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് അച്ഛൻ്റെ കടം വീട്ടാമെന്നൊക്കെ സുധി പറയുന്ന നേരത്ത് അതൊരു നല്ല സൂത്രമാണ് നമ്മുടെ സുധിക്കും തോന്നുവാണ് കേട്ടോ. അങ്ങനെ സുധി വീട്ടിലേക്ക് തിരികെ എത്തുന്ന നേരത്ത് ഇത്രയും പണം എന്തായാലും വീട്ടിൽ ഒരുമിച്ച് കാണിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് തന്നെ സുധിയുടെ അച്ഛൻ മലേഷ്യയിൽ നിന്നാണ് അയച്ചു തന്ന പണമാണിത് എന്ന് പറയാമെന്ന് നമ്മുടെ സുധി പറയുന്ന സമയത്ത് സുധി അത് സമ്മതിക്കാൻ അങ്ങനെ 25 ലക്ഷം രൂപ അച്ഛൻ അയച്ചു തന്നിട്ടുണ്ടെന്നും ബാക്കിയുള്ള 25 ലക്ഷം രൂപ പിന്നീട് അയച്ചു തരാമെന്നൊക്കെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ സുധി പറയുന്ന സമയത്ത് എല്ലാവരും തന്നെ കണ്ണടച്ച് വിശ്വസിക്കുന്നുണ്ടല്ലേ. എന്നാൽ ഇതെല്ലാം പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ നമ്മുടെ സച്ചി തയ്യാറാവുന്നില്ല. സച്ചി സുധീനെ കൊണ്ട് ഇതിന്റെ സത്യാവസ്ഥ തുറന്നു പറയിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം വെറുതെ പാഴായി പോയി. നല്ല തന്ത്രപരമായ രീതിയിൽ തന്നെ സുധി രക്ഷിച്ചുകൊണ്ട് പോവുകയാണ്. ഇത്രയും പണം കിട്ടിയ സ്ഥിതിക്ക് ഇനി എന്താണ് നീ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ രവി ചോദിക്കുന്ന സമയത്ത് താനൊരു ബിസിനസ് തുടങ്ങാനാണ് പദ്ധതി എന്നൊക്കെ സുധി പറയുന്നുണ്ട്. എന്താണ് ബിസിനസ് എന്ന് ചോദിക്കുന്ന സമയത്ത് എന്താണെന്ന് താൻ തീരുമാനിച്ചിട്ടില്ല എന്ന് സുധി പറയുകയാണ്. അപ്പൊ കിട്ടിയ പണം എത്രയും വേഗം ചെലവാക്കുന്ന കാര്യത്തെക്കുറിച്ച് അവരോട് ചോദിച്ചു നോക്ക്, അതാണ് ഞാൻ വേഗം തന്നെ പറയുമെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി സുധിനെ കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊന്നും ശ്രുതിക്ക് തീരെ പിടിക്കുന്നില്ല. ശ്രുതി തിരികെ നല്ല മറുപടി തന്നെ സച്ചിക്കായിട്ട് കൊടുക്കുകയോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ സംഭവിച്ചുകൊണ്ടിരുന്ന ഇഷ്യൂ, അതായത് നമ്മുടെ സച്ചി മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാർ സച്ചിയുടെ വണ്ടി പിടിച്ചു വെച്ചല്ലോ, ആ ഒരു പ്രശ്നങ്ങളെല്ലാം സോൾവായി സച്ചിക്ക് തിരികെ വണ്ടി കിട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. സത്യാവസ്ഥകളെല്ലാം തന്നെ എല്ലാവരും തന്നെ അറിയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ സച്ചി ഓട്ടം പോകുന്ന സമയത്ത് വിളിക്കുന്ന ഒരു വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഓണറാണ് കേട്ടോ. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അദ്ദേഹം സച്ചിക്ക് പൈസ കൊടുക്കാൻ ഒരുങ്ങുന്ന സമയത്ത് താൻ പൈസ എടുത്തിട്ടില്ല എന്ന്, ഷോപ്പിൽ പോയി പൈസ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഷോപ്പിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ പലിശക്കാർ അവിടെ നിൽപ്പുണ്ടാവും. ഈ വയസ്സായ വ്യക്തിയോടായിട്ട് അപമര്യാദ രീതിയിൽ പെരുമാറുകയും നമ്മുടെ സച്ചി അതിൽ ഇടപെട്ട് ഇരുവരെയും തല്ലി അവിടെ ഓടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ സച്ചിനെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് കയറി ചെന്നതിന് ശേഷം താൻ തന്റെ മക്കളുടെ കൂടെ അമേരിക്കയിലായിട്ട് പോകാനായിട്ട് ഒരുങ്ങുകയാണ്. അതിന് മുന്നേ ആയിട്ട് ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് നല്ലൊരു ആൾക്ക് കൈമാറണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് ഇത് വിൽക്കാൻ പോവുകയാണോ എന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. അതെ, ഇത് വിൽക്കാനുള്ളതാണ് എന്ന് ഇദ്ദേഹം പറയുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട്, എൻ്റെ ചേട്ടൻ നല്ലൊരു ബിസിനസ് മൈൻഡുള്ള ഒരാളാണ്, ഞാൻ തന്നെ ചേട്ടനെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് സച്ചി നേരെ വീട്ടിലേക്ക് ചെന്നിട്ട് എല്ലാവരോടായിട്ട് ഈ ഒരു കാര്യം പറയട്ടെ. ഇത് പറയുമ്പോൾ ആദ്യമൊക്കെ ചന്ദ്ര കളിയാക്കുന്ന രീതിക്ക് സച്ചിനോട് സംസാരിക്കുന്നുണ്ടെങ്കിലും രവിയും വർഷയും ശ്രീകാന്തൊക്കെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഒരു മെച്ചപ്പെട്ട സംഭവമാണെന്ന രീതിക്ക് സംസാരിക്കുന്ന കേൾക്കുമ്പോഴത്തേക്കും മനസ്സിലൂടെ തന്നെ ചന്ദ്ര സമ്മതിക്കാൻ അങ്ങനെ എല്ലാവരും കൂടെ ഷോപ്പൊക്കെ പോയി കാണുകയും ഷോപ്പൊക്കെ മേടിച്ച് വീട്ടിലേക്ക് വന്നതിന് ശേഷം ഇവരുടെ പ്ലാനിങ് എന്താണെന്ന് വെച്ചാൽ ശ്രുതിയും കൂടി ഷോപ്പിനൊരു പേര് വേണമല്ലോ, അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്താണ് ഭക്ഷണം കഴിക്കാനായിട്ട് ഇവരെ ഡൈനിങ് റൂമിലേക്കായിട്ട് വിളിക്കുന്നത്. ഇവരോട് വന്നതിന് ശേഷം ഇങ്ങനെ പേരിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മുടെ ചന്ദ്ര ആകാംക്ഷയോട് കൂടി തന്നെ കാത്തിരിക്കുകയാണ് ചന്ദ്രയുടെ പേരായിരിക്കും ഇടുന്നത് എന്നറിയാനായിട്ട്. പക്ഷേ ശ്രുതി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോപ്പിന്റെ പേര് ഞങ്ങൾ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല, എന്തായാലും പേര് നല്ല പേരിന് ഞങ്ങൾ നോക്കിയിടുന്നതായിരിക്കും എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ ചന്ദ്രയുടെ മുഖഭാവമൊക്കെ വേഗം മാറുന്നുണ്ട്. കാരണം ഷോപ്പിന് തന്റെ പേരിടുമെന്നുള്ളൊരു ആത്മവിശ്വാസം നമ്മുടെ ചന്ദ്രയ്ക്കുണ്ട് കേട്ടോ. പക്ഷേ ചന്ദ്രയുടെ മുഖഭാവം എല്ലാം തന്നെ മാറി നിന്ന് നോക്കി കാണുകയാണ് സച്ചി. ഇത്രയൊക്കെ ചന്ദ്രയ്ക്ക് ഇഷ്ടമല്ല എങ്കിലും ചന്ദ്രയുടെ മുഖഭാവം ഒന്ന് മാറുന്ന സമയത്ത് സച്ചിക്ക് നന്നായി തന്നെ വേദനിക്കും കേട്ടോ. സച്ചി എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശ്രുതിയും റൂമിലേക്ക് ചെന്നതിന് ശേഷം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേഗത്തിന് ചന്ദ്രയുടെ പേരിടാമെന്ന് ശ്രുതി പറയുന്ന സമയത്ത് അമ്മയുടെ പേരിന് വലിയ രാജ്യമൊന്നും ഇല്ലാത്ത പേരാണ്, ആദ്യം നിന്റെ ഷോപ്പിനിട്ട് ആ ഷോപ്പ് വേറെ ആൾക്ക് മറിച്ചു കൊടുക്കണമെന്ന്, പിന്നീട് സച്ചിയുടെ ഭാര്യയുടെ പൂക്കടയ്ക്ക് ഇട്ടു, ആ ഒരു പൂക്കട അതുപോലെ തന്നെ കോർപ്പറേഷൻകാർ കൊണ്ടുപോയി എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയുന്നത് നമ്മുടെ സച്ചി പുറത്ത് നിന്ന് കേൾക്കാൻ ഇടവരികയാണ്. സച്ചി വേഗം തന്നെ അത് ഫോണിൽ റെക്കോർഡ് ചെയ്തതിനു ശേഷം ഇവരുടെ റൂമിന്റെ മുന്നിൽ തട്ടിയിട്ട് അകത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പൊ ചെല്ലുമ്പോൾ തന്നെ പറയുന്നുണ്ട്, നിന്റെ ഷോപ്പിന്റെ പേര് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, ചന്ദ്ര എന്ന് തന്നെ ഇടണമെന്ന് പറയാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ കയറി വന്നിട്ട് സച്ചി ആജ്ഞാപിക്കുന്നത് കേൾക്കുമ്പോൾ ശ്രുതിക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അവർ തിരിച്ച് നല്ല മറുപടി തന്നെ സച്ചിക്ക് കൊടുക്കുന്ന സമയത്താണ് രേവതി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ സംസാരിക്കുന്ന കാര്യം കേൾക്കുന്ന സമയത്ത് രേവതി ഇങ്ങനെ ചിന്തിക്കാണ്ട് എന്ത് കാരണം കൊണ്ടൊക്കെ സച്ചിയേട്ടൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് അറിയാണ്ട് ആകാംക്ഷയോടുകൂടി കേട്ടിരിക്കുന്ന സമയത്ത് സച്ചി വേഗം തന്നെ ഇവർ സംസാരിക്കുന്ന ആ ഓഡിയോ റെക്കോർഡ് ഇവരെ കേൾപ്പിച്ചു കൊടുക്കാണ്ട് വേഗം തന്നെ ഇരുവരും ഒന്ന് പതറുന്നുണ്ട്. എന്നിട്ട് ശ്രുതി ചോദിക്കുന്നത്, നിനക്ക് നാണയല്ലേ ഇങ്ങനെ പേഴ്സണലായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യാനൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാൻ ഇതൊന്നും റെക്കോർഡ് ചെയ്യാറില്ല, എനിക്ക് ഇങ്ങനൊരു സ്വഭാവമില്ല, പക്ഷേ നിങ്ങൾ അമ്മയെ പറ്റി കുറ്റം പറഞ്ഞത് അത് മാത്രമാണ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ, ഞാൻ പോകുന്ന സമയത്ത് യാദൃശ്ചികമായി കേട്ടത് കൊണ്ട് മാത്രമാണ് ഇത് ഞാൻ അമ്മയെ കൊണ്ട് കേൾപ്പിച്ചു കഴിഞ്ഞാൽ അത് അമ്മയ്ക്ക് താങ്ങാവുന്നതിലപ്പുറമായിരിക്കും. കാരണം നിന്നെ എല്ലാവരെക്കാൾ കൂടുതലായിട്ട് സ്നേഹിച്ചിരിക്കുന്നത് അമ്മയാണ്, നിനക്കൊരു ചെറിയ മുറിവ് പറ്റുന്നത് കാലിലൊരു ഉറുമ്പ് കടിച്ചാൽ പോലും അമ്മയ്ക്ക് താങ്ങാനാവുകയില്ല, അമ്മയെ പറ്റിയാണ് നീ മോശമായിട്ട് സംസാരിച്ച് സുധി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രുതി പറയുന്നുണ്ട്, ഞാൻ മനഃപൂർവ്വം പറഞ്ഞല്ല, ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് ഞാൻ പറഞ്ഞതാണെന്ന് പറയുമ്പോഴത്തേക്കും അത് യാദൃച്ഛികമായി തന്നെ ഉണ്ടായതല്ലേ, പാർലർ നഷ്ടപ്പെട്ടത് അത് ഇവരുടെ പ്രശ്നം കൊണ്ടാണ്, പിന്നെ രേവതിയുടെ പൂക്കട പോയത് അത് മറ്റാരോ
കളിച്ച കളിയാണെന്ന് പറഞ്ഞിട്ട് ശ്രുതിനെ നോക്കുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം പറയുന്നത് നീ എന്തായാലും അമ്മയുടെ പേര് വെച്ചേ മതിയാവൂ, അമ്മ നിന്നെ സ്നേഹിച്ചതിൻ്റെ ഒരു 5% എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ജീവൻ വരെ കൊടുക്കാൻ തയ്യാറായതിനൊക്കെ സച്ചി ശ്രുതിയോടായിട്ട് സംസാരിക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം മാറി നിന്ന് കേൾക്കുമ്പോൾ തന്നെ രേവതിക്കും ഭയങ്കര സങ്കടമാകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സച്ചി അമ്മയോടുള്ള തൻ്റെ സ്നേഹം മുഴുവനായിട്ട് തന്നെ ശ്രുതിയുടെ അടുത്ത് പ്രകടിപ്പിക്കുന്ന ഒരു ഭാഗം വരുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.